മനസ്സമാധാനം കിട്ടണില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഒരു കുഞ്ഞാണത്. സാരംഗായിരിക്കും. ചെന്ന് വാതിലോർക്ക് സുമോ. ആ ആരാ മനസ്സിലായില്ല? സാരംഗില്ലേ? സാറിവിടെ ഇല്ല. ആരാ? മായാ മഹേശ്വരി. സാറെപ്പോഴാ വരികയെന്നറിയില്ല. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഹായ് ഡോക്ടർ. നിങ്ങളെന്താ ഇവിടെ? വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വരണമെന്ന് സാരംഗ് പറഞ്ഞു. എനിക്ക് വീടൊന്നും തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? വീടൊന്നും തെറ്റിയിട്ടില്ല. പക്ഷെ വീട്ടിലേക്കുള്ള വഴി തെറ്റാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കൊള്ളാം, ഡോക്ടർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അത് ഞാൻ ഇന്ന് ശീലിച്ചതല്ല, പണ്ടേ ഇങ്ങനെ തന്നെയാ. മൈഥിലിരിക്കൂ. സാരംഗ് വരുന്നത് വരെ നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ. ഐ എം റിയലി സോറി. എനിക്ക് അടുക്കളയിലേ കുറച്ച് ജോലിയുണ്ട്. മാത്രമല്ല, സാരംഗിനോട് സംസാരിക്കാൻ വരുന്ന ബിസിനസ്സുകാരോട് ഞാനധികം സംസാരിക്കാറില്ല. എന്നെ വെറും ഒരു ബിസിനസ് പങ്കാളിയായിട്ട് മാത്രം കാണണ്ട. പിന്നെ എങ്ങനെ കാണണം? ഒരു നല്ല കുടുംബ സുഹൃത്തായിട്ടും കാണാമല്ലോ. ഞാനൊരാളെ സുഹൃത്തായിട്ട് കാണുമ്പോൾ അയാൾക്ക് ചില ക്വാളിറ്റീസ് വേണമെന്ന് എനിക്ക് ചില നിർബന്ധമുണ്ട്. എന്ത് ചെയ്യാനാ? മായാമഹേശ്വരിയില് അത്തരം ക്വാളിറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്താണെന്നറിയോ? സ്വന്തമായി ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്ന് അന്ധമായൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാ. പക്ഷേ ഈ ലോകത്ത് ഇത്രയും ആളുകൾക്കിടയിൽ ഡോക്ടർ മൈഥിലി എന്താണെന്ന് ഉറക്കെ ചോദിച്ചാ നത്തിങ്. അതല്ലേ ഉത്തരം? ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റലക്ച്വൽ സ്പീച്ച് ആണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഈ ലോകത്ത് ഞാൻ ആരാണെന്ന് തെരഞ്ഞ് ഞാൻ നടക്കാറില്ല. കാരണം എനിക്ക് ആരുടെ മുമ്പിൽ ഒന്നും തെളിയിക്കാനില്ല. ഞാൻ മികച്ചവളാണെന്നും പറഞ്ഞ് നടക്കാറുമില്ല. പിന്നെ സാരംഗ് ഇപ്പൊ വരുമായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഹായ് മായ ആന്റി. ഹായ് മോളെ. എപ്പോ വന്നു? ജസ്റ്റ് നൗ. യാമി മോൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പഠിക്കായിരുന്നു. ഈ ചില പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച അച്ഛനമ്മമാർക്ക് ഒരു കുഴപ്പമുണ്ട്. മക്കളെ പിടിച്ച് പുസ്തക പുഴുക്കളാക്കി കളയും. പക്ഷേ യാമി അങ്ങനെ ആവേണ്ട ഒരാളല്ല. പുറത്ത് വലിയൊരു ലോകമുണ്ട്. അതൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് നടക്കേണ്ട ഒരാളല്ലേ. സുമാ, എന്താ മാഡം? അവിടെ മാറാല പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ തട്ടിക്കളയാത്ത എന്താ? ഇതൊക്കെ കേറി വരുന്നത് കുടുംബത്തിന് ദോഷ. പറഞ്ഞിട്ടില്ലേ ഞാൻ? തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാം മാം. വീട്ടില് പട്ടാള ഭരണമാണല്ലോ മോളെ. ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇതൊക്കെ ആന്റിയെ കാണിക്കാനാ. സുമാൻറ്റി, മായാന്റിക്ക് ചായ എടുക്ക. ഞാനിതൊന്ന് ചെയ്തോട്ട് മോളെ, എന്നിട്ടെടുക്കാം. അത് കുറച്ചുപേരും കൂടി അവിടെ കിടന്ന് എന്താ കുഴപ്പം? ചായ വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങളോടല്ലേ പറഞ്ഞേ? ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്. അടുപ്പത്തിരിക്കുന്ന സാധനങ്ങൾ വേവാറായില്ലേ? അത് കഴിഞ്ഞിട്ട് ചായ വെച്ചാ മതി. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ല ആന്റി. ഒട്ടും സ്വാതന്ത്ര്യമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ശരിയാവാതെ എവിടെ പോവാനാ? ഇന്നെന്താ ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. ലീവാണോ? ലീവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ലീവ് പറയാതെ പിന്നെ? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. മുമ്പ് എനിക്ക് കുറച്ച് പണം അറേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ? അയാളെ ഞാനിന്ന് വിളിച്ചിരുന്നു. ഒന്ന് പോയി കാണണം. ഇപ്പൊ എന്താ പണത്തിന് അത്യാവശ്യം? സാരംഗിന്റെ പണം കൊടുക്കണം. സാരംഗ് ചോദിച്ചോ? ഇല്ല,
കൊടുക്കണം. കൊടുത്തിട്ട് ഈ ജോലിയും വേണ്ടെന്ന് വെക്കണം. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? വേറെ എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? വേറൊന്നും ശരിയായിട്ടില്ല. പക്ഷേ ഇതിന് വേണ്ട. ഞാൻ സാരംഗിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബജീവിതത്തിന് അത്ര നല്ലതല്ല. നമ്മൾ വെറുതെ ബഹളം വെച്ചുകൊണ്ടിരിക്കും, തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്വസ്ഥത തകരും. ഞാൻ കാരണമാണല്ലേ? എന്ന് പറയാൻ പറ്റില്ല. എനിക്കെന്തായാലും തന്നോട് വഴക്കടിക്കാൻ വയ്യ. ദേഷ്യപ്പെട്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്നതിലല്ല. അത് കഴിഞ്ഞ് പരസ്പരം മിണ്ടാതിരിക്കുന്നൊരു സമയമല്ലേ, അത് കൊല്ലുന്നതിന് തുല്യ. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാതിരിക്കാം. ഇതാണ് കുഴപ്പം. ഒന്നുകിൽ സാരംഗിനും മൈഥിലിക്കും വേണ്ടി ഒന്നും സംസാരിക്കാതിരിക്കാം, അല്ലെങ്കിൽ എന്നോട് മിണ്ടാതിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബജീവിതത്തിന് ബെറ്റർ ഞാൻ അവിടെ നിന്ന് മാറുന്നത്. സാരംഗിന്റെയും മായാമഹേശ്വരന്റെയും കാര്യത്തില് ഇനി ഞാൻ ഇടപെടില്ല. മൈഥിലിയുടെ വിഷമം കണ്ടപ്പോ അങ്ങനെ ചെയ്തു പോയെന്നേ ഉള്ളൂ. മൈഥിലി തന്റെ നല്ല ഫ്രണ്ടാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മൈഥിലിക്ക് തന്റെ സാമീപ്യം ആവശ്യമാണ്. അത് കൊടുക്കണം. അതൊരു കൂട്ടുകാരിയുടെ കടമയാ. രഞ്ജിത്ത്, റെഡിയായി ഓഫീസിൽ പോ. ഇല്ലടോ, ഞാനത് ഫിക്സ് ചെയ്തു. പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയും കടം വീട്ടുകയൊക്കെ ചെയ്യേണ്ടി വന്നാ രഞ്ജിത്ത് കുടുങ്ങിപ്പോവും. അത് സാരമില്ല. എവിടെയെങ്കിലും ഒരു മാർഗമില്ലാതിരിക്കോ? സാരംഗിനൊരു കമ്പനിയുണ്ട്, അവിടെ ജോലി ചെയ്തോളാന്ന് പറഞ്ഞ് ആരംഭിച്ചതല്ലല്ലോ എൻ്റെ ജീവിതം. മാത്രമല്ല, കൂടുതൽ കാലവും ഞാൻ വർക്ക് ചെയ്തത് അയാൾക്കെതിരെ നിൽക്കുന്ന കമ്പനികളിൽ. അയാൾ എൻ്റെ ബോസായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അയാൾ പറയുന്നത് കേൾക്കണം, അയാളുടെ താല്പര്യങ്ങൾ നോക്കണം. ആ ജോലിയില്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമില്ല. അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ മൈഥിലിയുടെ കൂടെ നിൽക്കാനാണ് തോന്നുന്നതെങ്കിൽ തനിക്ക് നിൽക്കാം. എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണോ? രഞ്ജിത്ത്, പ്ലീസ്. ഈ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമില്ല. പോട്ടടോ, പട്ടിണി കിടന്നാലും പരാതിയില്ലാതെ കിടക്കാം നമുക്ക്. ദാറ്റ്സ് ബെറ്റർ. താങ്ക് യു. ഇപ്പോഴാ ചായ എടുക്കാൻ പറ്റിയതല്ലേ? വേറെ ആരെങ്കിലും വന്നാ ഇങ്ങനെയല്ലല്ലോ സുമാൻറ്റി പെരുമാറാറ്. എനിക്ക് മോളുടെ അമ്മ പറയുന്നതിൽ കേൾക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ മോളെ, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല. സുമ പൊയ്ക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ? അത് ശരി, ആരാണെന്ന് പറഞ്ഞാലേ ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുള്ളൂ. ഇതാടാ മായാൻറ്റി. നിനക്ക് ആളെ മനസ്സിലായോ? ബാഡ്മിന്റൺ എവിടെയാ കളിക്കുന്നേ? അപ്പുറത്തെ വീട്ടില്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ ഒരു കോർട്ട് ശരിയാക്കി തരാൻ അച്ഛനോട് പറയാമായിരുന്നില്ലേ? വേണമെങ്കിൽ ഞാൻ പറയാൻ സാരംഗിനോട്. വേണ്ട. അതെന്താ ഏതോ അങ്ങനെ പറയുന്നേ? മായാൻറ്റി അച്ഛന് വളരെ വേണ്ടപ്പെട്ട ആളാ. അതിന് ഞാനെന്ത് വേണം? നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല നിനക്ക്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറും. ചേച്ചി അതിൽ ഇടപെടണ്ടേ? ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. യാമി, അമ്മ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാ അവൻ ഈ ധിക്കാരമൊക്കെ കാണിക്കുന്നത്. ഇവൻ കാണിച്ച ധിക്കാരം എന്താ? അത് പറ. ആന്റി എന്തെങ്കിലും കാര്യം ചോദിച്ചാ അവന് നേരെ ചൊവ്വേ മറുപടി പറഞ്ഞാ എന്താ? ഇതുവരെ ആരോടെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവനെ നിർബന്ധിച്ച് റെസ്പെക്ട് ഒക്കെ വാങ്ങിയെടുക്കാൻ ശ്രമിച്ചാ അതിനെനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊന്നും പറഞ്ഞില്ല അമ്മേ. മോൻ പോയി കുളിക്ക്, ചെല്ല്. ഹായ് മായ. ആ ഹായ്. സോറി, കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്യിച്ചു. ഐ എം റിയലി സോറി. സാരംഗ് ഇങ്ങനെ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഇല്ലെങ്കിൽ സാരംഗ് എത്രയും നേരത്തെ എന്റെ അടുത്തേക്ക് എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാനിവിടെ കംഫർട്ടായിരുന്നു. യാമിമോൾ ഉണ്ടായിരുന്നു എന്നെ കെയർ ചെയ്യാൻ. താൻ ചായ കുടിച്ചോ? ഓ യെസ്. ബ്രേക്ക്ഫാസ്റ്റ്? മൈഥിലി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? വേണ്ട സാരംഗ്, ഞാൻ ഓൾറെഡി കഴിച്ചു.
ഓ ഇരിക്കടോ. ആ ആ എന്നിട്ട് പറ, ഇന്നലെ രാത്രി പിന്നെ എന്തായി? ഒരു 11:30 നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഏതോ അർജന്റ് കോള് വരുന്നു എന്ന് താൻ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓ അതോ, അതിന്റെ വളരെ പഴയൊരു സുഹൃത്ത് വിളിച്ചതാ. അവൻ അപ്പൊ തന്നെ ഫോൺ വെച്ചു. ഞാൻ പിന്നെ തിരിച്ചു വിളിക്കണ്ടെന്ന് കരുതി. നിങ്ങൾ ഒന്നിച്ചു കിടന്നുറങ്ങുമ്പോ എന്റെ കോളൊരു ശല്യമായാലോ? ആ വിളിക്കാമായിരുന്നു. ഞാൻ തനിച്ച കിടന്നുറങ്ങുന്നത്. അച്ഛാ, അമ്മ ആന്റിയോട് അത്ര നന്നായിട്ടൊന്നല്ല പെരുമാറിയത്. ആണോ മായ? ഏയ്, അത് ചോദിക്കാനൊന്നും നിൽക്കണ്ട. അത് നാച്ചുറൽ അല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മോളാ മുറിയുന്ന അച്ഛന്റെ ഭാഗം നിർത്തുണ്ടുവാ. സാരംഗ്, ഞാനൊരു കുടുംബ പ്രശ്നമായിട്ട് മാറുമോ? സാരമില്ല. കുടുംബം ഉണ്ടായാലല്ലേ കുടുംബ പ്രശ്നം ഉണ്ടാവും. എന്താടോ, തന്റെ വിളിയിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. താൻ വാ, ഞാൻ പറയാം. വഴക്കുണ്ടായോ? രഞ്ജിത്ത് കൂളായിട്ടാണ് സംസാരിച്ചത്. ഞാനും കുറച്ച് ഓവറായിപ്പോയി. ഞാൻ പറഞ്ഞതല്ലേ തന്നോട്, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവാൻ പാടില്ല എന്ന്. പിന്നെ രഞ്ജിത്ത് പറഞ്ഞത് കാര്യമല്ലേ? അയാൾ ശമ്പളം വാങ്ങിക്കുന്ന സ്ഥലത്ത് അയാൾ കൂറ് കാണിക്കണ്ടേ? പെട്ടെന്ന് ഞാൻ രഞ്ജിത്തിനെ ഒരു ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ഇനിയിപ്പോ ഒരു ജോലി, ഈ കടം വീട്ടാനുള്ള കാശ്, എല്ലാം കൂടി കിടന്ന് പാടുപെടും. തൽക്കാലം താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. രഞ്ജിത്തിനെ ഒന്ന് വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഒന്ന് വിളിക്കടോ. ഹായ് മൈഥിലി. ഇവിടെ എന്തോ പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ നടന്നു എന്ന് അനാമിക പറഞ്ഞു. ആ, ഒരു ചെറിയ തീരുമാനം, വേറൊന്നുമല്ല. ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഒരു കരുതൽ. തനിക്ക് അനാമിക. രഞ്ജിത്ത്, തൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനാമികയും താനും തമ്മിലുള്ള വഴക്കിന് പെട്ടെന്ന് താനൊരു അവസാനം ഉണ്ടാക്കിയല്ലോ. എന്തിന്റെ പേരിലായാലും അനാമികയായിട്ട് പിണങ്ങാൻ പറ്റില്ല എന്ന് താൻ തീരുമാനിച്ചല്ലോ. അത് പെട്ടെന്ന് നേടാവുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ തീരുമാനം നമുക്ക് വേണ്ടടോ. നോ മൈഥിലി, ഞാനത് ഫിക്സ് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും അനാമിക ഇതിന്റെ പേരിൽ വിഷമിക്കില്ലേ? സങ്കടപ്പെടില്ലേ? ഇല്ല, ഞാൻ സങ്കടപ്പെടുത്തില്ല അയാളെ. താൻ എന്തിനു സങ്കടപ്പെടുത്തണം? സ്വയം സങ്കടപ്പെടാലോ, കുറ്റപ്പെടുത്താലോ. നോക്ക് രഞ്ജിത്ത്, നിങ്ങൾ രണ്ടുപേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഇടയിൽ വേറെ ആരുമില്ല. സിൻസിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുമുണ്ട്. അതൊരിക്കലും ഇല്ലാതാവരുത്. എന്നെയും സാരംഗിനെയും കുറിച്ചുള്ള സംസാരം നിങ്ങളുടെ ഇടയിൽ നിർത്ത് മാറ്റിക്കോ. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എന്തിനെങ്ങനെ സംസാരിക്കുന്നേ? നമ്മൾ ഇങ്ങനെയൊക്കെ കാണും. വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും, സംസാരിക്കും, അതൊക്കെ മതി. അനാമികയോട് താൻ പറയുന്ന സ്നേഹം സിൻസിയർ ആണെങ്കിൽ ഇപ്പോ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. താൻ ജോലിക്ക് കയറുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, സാരംഗിന് നല്ലൊരു പിൻബലം ആവശ്യമുണ്ടെന്ന്. സത്യത്തില് ആ തോന്നലിപ്പോ എനിക്ക് കൂടിക്കൂടി വരിക. സാരംഗ് എന്തോ അപകടത്തിലേക്ക് നടക്കുന്ന പോലെ ഒരു തോന്നല്. കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് തന്നോടല്ലേ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. സാരംഗിന് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സാരംഗിനൊന്നും സംഭവിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്റെ കുട്ടികളുടെ അച്ഛനാ.
അതുകൊണ്ട് തന്നെ അയാളെ സ്നേഹിക്കാൻ ഞാൻ നിർബന്ധിതയാണ്. മൈഥിലി, രഞ്ജിത്ത് പ്ലീസ്, ഇവളിനി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം സംസാരിക്കില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം മറന്നു കളഞ്ഞേക്ക്. പ്ലീസ് രഞ്ജിത്ത്, നമുക്ക് വഴക്ക് വേണ്ട. അത് കഴിഞ്ഞുള്ള മിണ്ടാതിരിക്കലും വേണ്ട. സമ്മതിക്ക്. ശരി, ഞാൻ പോവാം. താങ്ക് യു രഞ്ജിത്ത്. നിങ്ങളുടെ എന്നല്ല, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ മതി. ഭർത്താവിനോട് റെസ്പെക്റ്റ് ഉള്ള ഭാര്യ, ഭാര്യയെ വല്ലാണ്ട് അങ്ങോട്ട് സ്നേഹിക്കുന്ന ഭർത്താവ്. ഭൂമിയിലെ ഏത് നേട്ടവും അതിന് താഴെ വരൂ. മൈഥിലി, മൈഥിലി. മാഡം ഇല്ല. അനാമിക മാഡം വിളിച്ചിട്ട് മാഡം പുറത്തേക്ക് പോയി. ഞാൻ വിളിച്ചു പറയാം. തിടുക്കോ ഇല്ല, പോയ കാര്യം കഴിഞ്ഞ് വരട്ടെ. ഞാനിവിടെ ഇരിക്കുന്നോണ്ട് വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ല. ആ ഹോ. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ സാരംഗ് സാർ പുറത്തു പോയി. മക്കളുണ്ട്. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഹേയ്, തിരക്കൊന്നും പിടിക്കണ്ട. മൈഥിലി വരട്ടെ, ചായയും കാപ്പിയും ഒക്കെ പിന്നെ ആവാം. പിന്നെ എങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കണ്ടിട്ട് സങ്കടം തോന്നുന്നു സാർ. ഞാൻ മാഡത്തിനെ പോലെ നല്ലൊരാളിനെ കണ്ടിട്ടേയില്ല. എന്നിട്ടും മാഡത്തിന് മാത്രം എന്തേ ഇങ്ങനെ വേദനകൾ മാത്രം? മാഡത്തിന്റെ അച്ഛൻ വന്നു, സാറിന്റെ അച്ഛനും അമ്മയും വന്നു. അവർക്ക് ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. തന്റെ മാഡം ഡോക്ടർ അല്ലേ? അത് നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടർ. ആ മാഡത്തിന്റെ മുന്നിൽ വരുന്ന ഒരാളുടെ അസുഖം ആ നിമിഷം തന്നെ മാറ്റിക്കൊടുക്കാൻ തന്റെ മാഡത്തിനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, പറ്റില്ല. അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ രോഗിക്ക് അസ്വസ്ഥതയുണ്ടാവാം, വേദനയുണ്ടാവാം. അതുപോലെ തന്നെ ആ കുടുംബവും. ചില പരിഹാരങ്ങൾക്ക് സമയമെടുക്കും. അതുവരെ ചില വേദനകൾ തിന്നേണ്ടി വരികയും ചെയ്യും. അതൊക്കെയാണല്ലോ ഈ കുടുംബത്തിന്റെ ത്യാഗം എന്നൊക്കെ പറയുന്നത്. ആ എന്താടോ, തനിക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? ഞായറാഴ്ച എവിടെന്നാ കുട്ടിച്ച ക്ലാസ്? ഓ, ഞാനതങ്ങ് മറന്നു. സത്യം പറഞ്ഞാലേ കുട്ടിച്ചൻ ഈ ദിവസത്തിന്റെ മാസത്തിന്റെ ഒന്നും ഓർമ്മ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എന്തിന്? കുട്ടിച്ചന് നേരം വിളിക്കുന്നത് അമ്മൂമ്മയുടെ അടുത്തുനിന്ന, ദിവസം അവസാനിക്കുന്നതും അമ്മൂമ്മയുടെ അടുത്ത് തന്നെ. പിന്നെ ഇതുമാ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ആ ഉണ്ട്. ആ, അതിലുഴപ്പാൻ പാടില്ല. വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും പഠിപ്പിൽ തന്നെ ആയിരിക്കണം. കേട്ടല്ലോ? കുട്ടിച്ചൻ എന്താ വന്നേ? അതെന്താ, കുട്ടിച്ചന് വെറുതെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നിങ്ങളെ കാണാൻ പാടില്ലേ? എന്നിട്ട് കുട്ടിച്ചൻ ഇടയ്ക്ക് വരാറില്ലല്ലോ. അതേ, അമ്മൂമ്മയുടെ മരുന്ന് തീർന്നു. പഴയത് തന്നെ വാങ്ങിച്ചാ മതിയോ അതോ മാറ്റി വാങ്ങണോന്ന് അമ്മയോടൊന്ന് ചോദിക്കാണ്. അതിന് ഫോൺ ചെയ്താ പോരെ? എന്നാലും ഞാനിങ്ങോട്ട് വരാൻ താൻ സമ്മതിക്കില്ല അല്ലടോ? കുട്ടിച്ച, ആ, എന്തായിരുന്നു പരിപാടി? കുട്ടിച്ച ഇവിടെ വന്നിട്ട് എത്ര സമയമായെന്നറിയോ? അത് നാണാ. ഞാൻ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോയല്ലുള്ളൂ. അല്ല, സൺഡേ ആയിട്ട് രണ്ടുപേരും ഗിറ്റാർ ക്ലാസ്സിനൊന്നും പോയില്ലേ? ഇപ്പൊ എന്താ അത് നിർത്തിയോ? നിർത്തി. അതെന്തിനാ പാതി വഴിയിൽ വിട്ടു കളഞ്ഞത്? എനിക്കിപ്പോ പോവാനൊന്നും താല്പര്യമില്ല. അവൻ എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞ. കുട്ടിച്ചനത് മനസ്സിലായോ? മനസ്സിലായി. കുട്ടിച്ചൻ വന്നത് അമ്മയെ കാണാനാണോ അതോ അച്ഛനെ കാണാനാണോ? അതെ, ഇപ്പൊ അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. കുട്ടിച്ചൻ വന്നു, അത്ര തന്നെ. മോളോടും അച്ഛനോടും കുട്ടിച്ചൻ കാണിക്കുന്ന ഈ അടുപ്പമുണ്ടല്ലോ, അതിപ്പോ തൽക്കാലം അമ്മ അറിയണ്ട. കുട്ടിച്ചൻ പറഞ്ഞിട്ടില്ലേ അമ്മൂമ്മയുടെ ചികിത്സയുടെ കാര്യം? അതുകൊണ്ടാ. എന്നാ ശരി കുട്ടിച്ച, ഞാൻ ആ കാര്യമൊന്നും പറയുന്നില്ല. ആ,